എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകളുടെ സ്പോട്ട് അലോട്ട്മെന്റ് നാളെ LBSന്റെ എല്ലാ ജില്ലാ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ചും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉള്ളവർ എന്ത് ചെയ്യുക, അന്നേ ദിവസം അതായത് നാളെ രാവിലെ 10:30 മുൻപായി തന്നെ LBSന്റെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലെ ഏതെങ്കിലും സെന്ററുകളിലെത്തി സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സോ ആ ദിവസം അതായത് നാളെ രജിസ്റ്റർ ചെയ്യുന്നവർ മാത്രമേ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ. അതായത് റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെന്റ്സിലൊന്നും അലോട്ട്മെന്റ് കിട്ടിയില്ല, സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ടോക്കൺ ഫീസും കൂടെ നിങ്ങൾ കരുതുക. ടോക്കൺ ഫീസ് SC, ST, OEC കാൻഡിഡേറ്റ്സിന് 100 രൂപയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറീസ് ഉള്ള സ്റ്റുഡൻസിനും 500 രൂപയുമാണ് വരുന്നത്. സോ ടോക്കൺ ഫീസ് കരുതുക. പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വച്ചിരിക്കുക. പിന്നെ നേരത്തെ അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC വേണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആയിട്ടും വേണം. സോ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, NOC മസ്റ്റായിട്ടും നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്നും വാങ്ങിക്കേണ്ടതാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ നേരത്തെ ഉണ്ടായിരുന്ന അലോട്ട്മെന്റ്സിൽ ബാക്കി ഉള്ള സീറ്റ്സിന് വേണ്ടിയാണ് അലോട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നേരത്തെ കഴിഞ്ഞ ഒരു സ്പോട്ട് അലോട്ട്മെന്റ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അലോട്ട്മെന്റിൽ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് ഈ സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സാധാരണ നോർമലി ഉള്ള അലോട്ട്മെന്റ്സ് പോലെ റാങ്കിന്റെ ബേസിസിലും പിന്നെ ഇൻഡെക്സിന്റെ ബേസിസിലും പിന്നെ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കാൻഡിഡേറ്റിന് ആ ഒരു സീറ്റിൽ അലോട്ട്മെന്റ് കിട്ടുന്നത്. ഇനി സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ സീറ്റ് വേക്കൻസി വിൽ ബി പബ്ലിഷ്ഡ് ഇൻ ദ LBS വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് തന്നെ സീറ്റ് വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സ്പോട്ട് അലോട്ട്മെന്റ് തീയതി 21/11/2025 വെള്ളിയാഴ്ച, അതായത് നാളെയാണ്. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള അപേക്ഷാർത്ഥികൾ താഴെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും LBS ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ രാവിലെ 11 മണിക്ക് മുൻപായി ഹാജരായി പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. സോ എല്ലാവരും തന്നെ കൃത്യസമയത്ത് തന്നെ എത്തി സ്പോട്ടിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്പോട്ടിന് രജിസ്റ്റർ ചെയ്യണം. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെന്ററുകളിലും പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് LBSന്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയും പിന്നെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലും വച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകന് ഒഴിവുള്ള കോളേജുകളിലെ സീറ്റുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. അതായത് വേക്കൻസി അടിസ്ഥാനത്തിൽ സ്പോട്ടിന് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ കോളേജുകളിൽ അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC ആവശ്യമാണ്. LBS നടത്തിയ മുൻ അലോട്ട്മെന്റുകൾ വഴി പ്രവേശനം നേടിയ അപേക്ഷകർ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് കോളേജ് മാറ്റം ലഭിക്കുന്നതിന് ഇപ്പോൾ പ്രവേശനം ലഭിച്ച കോളേജിൽ നിന്ന് നിരാക്ഷേപ പത്രം NOC ഹാജരാക്കണം. സോ നിങ്ങൾക്ക് കോളേജ് മാറാൻ താല്പര്യം ആണെങ്കിൽ നിങ്ങൾ കറണ്ട് അലോട്ട്മെന്റ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിന്ന് NOC വാങ്ങിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത അലോട്ട്മെന്റ് ലഭിക്കുകയും ടോക്കൺ ഫീ ഒടുക്കുകയും ചെയ്ത ശേഷം കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീ തിരികെ ലഭിക്കുന്നതല്ല. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, പങ്കെടുക്കുക. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ മുൻ ഫീസ് അടച്ചിട്ടില്ലാത്തവർ ടോക്കൺ ഫീ ആയ 500 രൂപയും SC, ST, OEC, ചിൽഡ്രൻ ഓഫ് ഫിഷർമെൻ വിഭാഗക്കാർ 100 രൂപയും ആണ് എന്ത് ചെയ്യേണ്ടത്. അലോട്ട്മെന്റ് കിട്ടുന്ന നിങ്ങൾ ഏത് LBS ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലാണോ നിൽക്കുന്നത്, നിങ്ങൾക്ക് അവിടെ വെച്ച് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീസ് പേ ചെയ്യേണ്ടതാണ്. മീൻസ് നിങ്ങൾക്ക് നേരത്തെ ഉള്ള അലോട്ട്മെന്റ്സിലൊന്നും അലോട്ട്മെന്റ് കിട്ടിയില്ല. സോ അവിടെ വെച്ച് അതായത് LBS ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ചാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സീറ്റ് ഉറപ്പിക്കാനായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം. നിങ്ങൾ ഏത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലാണോ നിൽക്കുന്നത് ആ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ടോക്കൺ ഫീസ് കൊടുക്കേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്നവർ അലോട്ട്മെന്റ് മെമ്മോയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി 2025 നവംബർ 24 അതത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. സോ ഈ അലോട്ട്മെന്റ് കിട്ടുന്നവർ നവംബർ 24 കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിൽ നേരിട്ട് ഹാജരാവാൻ പറ്റാത്തവർക്ക് ഓതറൈസേഷൻ ഫോം തന്നിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് എന്ത് ചെയ്താൽ മതിയാവും, LBS സെന്ററിൽ എത്തിച്ചാൽ മതിയാവും. ഇപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് എന്തെങ്കിലും കാരണത്താൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സാഹചര്യത്തിൽ ആ ഒരു കുട്ടിക്ക് പകരം വരുന്ന ആൾ എന്ത് ചെയ്യണം, ഈ ഒരു ഓതറൈസേഷൻ ഫോം എന്ത് ചെയ്യണം, കൊണ്ടുവന്നാൽ മതിയാവും. സോ ഓതറൈസേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ ഫില്ല് ചെയ്ത് LBS സെന്ററിൽ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ ഓരോ ജില്ലയിലെയും എവിടെയൊക്കെയാണ് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൻ്റെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ മാസം അതായത് നവംബർ 30 തന്നെ നേഴ്സിംഗ് കോഴ്സുകളുടെ അലോട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു നിർദ്ദേശം ഉള്ളതിനാൽ തന്നെ ഇതായിരിക്കും ജനറൽ നേഴ്സിംഗിൻ്റെയും പിന്നെ ANM കോഴ്സിൻ്റെയും ലാസ്റ്റ് അലോട്ട്മെന്റ്. സീറ്റ് വേക്കൻസിയുടെ കാര്യങ്ങൾ LBSന്റെ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.
പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കുറച്ച് സീറ്റേ കാണാൻ ചാൻസസ് ഉള്ളൂ. സോ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. സോ നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാലും വിഷമിക്കരുത്. കാരണം നമുക്കറിയാം കുറച്ച് സീറ്റ് മാത്രമാണ് കാണാൻ ചാൻസസ് ഉള്ളൂ. സോ സ്പോട്ടിന് പോകാൻ താല്പര്യമുള്ളവർ പോകാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. സോ അത്രേ പറയാനുള്ളൂ. കിട്ടിയില്ലെങ്കിലും ആരും വിഷമിക്കരുത്. കാരണം നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളെ തെറ്റല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് വറി. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളാരും തളരാൻ പാടില്ല. നിങ്ങൾ വേറെ രീതിയിൽ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എത്താനായിട്ട് സാധിക്കും. സോ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ഒരു കോഴ്സ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുവേണ്ടി ട്രൈ ചെയ്യുക. എല്ലാവരും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓർത്ത് വയ്ക്കുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകുക. എല്ലാവർക്കും താങ്ക് യു.